വാസ്നിയേ എൻ്റെ കൊച്ചേട്ട പോവാ. വാസ്നിയില്ലാത്ത ഈ നശലോകം കാണാൻ എൻ്റെ കൊച്ചേട്ടന് കണ്ണു വേണ്ട, കണ്ണു വേണ്ട. കൃഷ്ണേട്ടാ ഞാൻ പോവാട്ട. വാസ്നിയേ. നമസ്കാരം. അവർ ടി വി 24/7 ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് സുരേഷ് മാഞ്ഞാലി. സുരേഷ് മാഞ്ഞാലി ഈ പറയും പോലെ ഒരുപാട് പേർക്ക് അറിയാം അല്ലേ? താങ്ക് യു. കാരണം നമ്മുടെ അടുത്തേക്ക് വരികയും നമുക്ക് ഒരു കുറച്ച് സമയം തരികയൊക്കെ ചെയ്തപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞാൻ സുരേഷ് മാഞ്ഞാലി എന്ന് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനലുകളിലൂടെയൊക്കെ ഉള്ള പല ഇൻ്റർവ്യൂസും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴും മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്, ഈ പുള്ളിയെ നമ്മുടെ കയ്യിലായിട്ട് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെയാണ് താങ്കൾ എൻ്റെ അടുത്തേക്ക് വരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഇങ്ങനെ നമുക്ക് അടുത്ത് കിട്ടിയപ്പോൾ ഞാനൊരു ആദ്യമേ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും അതായത് എന്താണ് ഏറ്റവും ഹൈപ്പിൽ പോയിരിക്കുന്ന ഒരു സിനിമയാണ് തുടരും. അതെ, തുടരും. അതെ, അതിൽ നമ്മുടെ ജോർജ് സാറിനെയാണ് സുരേഷ് മാഞ്ഞാലി അങ്ങനെ എന്താണ് ഹൈപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും. അത് എങ്ങനെയാണ് ആ സൗണ്ട് എടുക്കാൻ തുടങ്ങിയത്? അത് ഒന്നൊന്ന് എടുക്കാവോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? അത് സിനിമ റിലീസായ പിറ്റേ ദിവസം തന്നെ ഞാൻ അപ്പോൾ എന്നോട് പറഞ്ഞാൽ തുടരും പടം അങ്ങനെ റിലീസായിട്ട് പോയി കാണുമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു. അപ്പോൾ ചെന്ന് ഭയങ്കര വില്ലൻ ചെയ്തിട്ടുണ്ട് ഒരു ആൾ, പുതിയ ആളാണ് എന്നും പറഞ്ഞിട്ട് ചെന്ന് ഞാൻ കണ്ടപ്പോഴാണ് ഈ ആളാണ് എന്താ പറയുക, നമുക്കറിയില്ല, പരിചയമില്ല. നമ്മൾ ഇങ്ങനെ പരിചയമില്ലാത്ത ഒരാളെ നമ്മൾ ഒരു ആർട്ടിസ്റ്റ് ഭയങ്കര കഥാപാത്രം ചെയ്യുന്ന പറഞ്ഞപ്പോൾ അപ്പോൾ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ ഇദ്ദേഹം നമ്മുടെ പ്രകാശ് വർമ്മ. അപ്പം തന്നെ കേട്ടപ്പോൾ തന്നെ ഞാൻ കിടുങ്ങിപ്പോയി. ദൈവസാഖി അയച്ചപ്പോൾ ഞാൻ അപ്പം വിചാരിച്ചു, ഒരു പുതിയൊരു ആളെ കിട്ടി എനിക്ക്. NFI സെറ്റം കഴിഞ്ഞിട്ട് പിന്നെ വന്നേക്കണതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും അപ്പം തന്നെ ഇത് പഠിക്കുകയാണ്. ഇത് കേട്ടിരുന്ന അയാളെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് അപ്പം തന്നെ എൻ്റെ വൈഫിൻ്റെ ചെവിട്ടിൽ ഞാൻ ഇൻ്റർവ്യൂലായപ്പോൾ അവിടെ കേൾപ്പിച്ചു കൊടുത്ത്. അത് അവൾ പറഞ്ഞു, ഇത് മോന് പറ്റിയ സംഭവമാണ് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ അപ്പം തന്നെ ചെയ്യാം എന്ന് കരുതി അപ്പം തന്നെ വീട്ടിൽ വന്ന് ഇത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട്, അന്നേരം അങ്ങോട്ട് ആ കറക്റ്റ് മോഡലേഷൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായില്ല. അപ്പം എന്നെ എല്ലാവരും വിളിച്ചു, എടാ അത് വേറെ ലെവലിൽ നിനക്ക് പുതിയ സാധനം കിട്ടി മാഞ്ഞാലി, പൊളിക്കട ഈ സീസൺ എന്ന് പറഞ്ഞ്. അതാണ്, അങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാം. തീർച്ചയായിട്ടും. 36 വർഷമായടാ ബെൻസേ ഞാൻ ഈ പോലീസിൽ. അതിനിടയിൽ പുറത്തറിയാവുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടടാ. അതിലൊന്നും എനിക്ക് യാതൊരു റിഗ്രറ്റില്ല. 2 ദിവസം കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർഡായി DYSP മെഡലും വാങ്ങി പുറത്തു വരുമ്പോൾ ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെയാടാ. നീ ഇതാരെയാടാ പേടിപ്പിക്കുന്നത്? എന്നെ? അയ്യേ, ജോർജ് സാറ് നിന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടേ. ദേ നിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടേ. ജോർജ് സാറിന് ഇനിയും ഒരുപാട് അറിയാനുണ്ടറിയാം. ജോർജ് സാറ് ഈ കഥയിലെ നായകനാടാ. നിന്നെ ഒരു സ്ഥലത്തും കാണാൻ ബാക്കി വെച്ചേക്കില്ല. അതാടാ ഈ ജോർജ് സാറ്. സൂപ്പർ. താങ്ക് യു, താങ്ക് യു. ഞാനത് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. നമുക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ എന്താണ് ലൈവായിട്ട് ആദ്യമായിട്ട് കിട്ടുകയാണ്. അപ്പം വളരെ സന്തോഷം. ഈ ഒരുപാട് കാസറ്റുകൾ, അതായത് കലാഭവൻ മണിച്ചേട്ടൻ്റെ കൂടെ ആണ് യാത്ര തുടങ്ങിയത്. എങ്ങനെയായിരുന്നു ഈ കാസറ്റും അല്ലെങ്കിൽ നമ്മുടെ സുരേഷ് മാഞ്ഞാലി കാസറ്റിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അത് ഞാനിങ്ങനെ കൊച്ചിൻ സയൻസിൽ പ്രോഗ്രാം ചെയ്തിരിക്കുമ്പോൾ അതിൽ വന്നേക്കണ ആർട്ടിസ്റ്റുകളാണ് കലാഭവൻ മണി, അതുപോലെ അബി, നാദിർഷ, അങ്ങനെ ദിലീപ്, നാദിർഷ, എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അന്നേരം മണി വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കാസറ്റിൽ എന്നോട് അബ്ദുൽ ഖാദർ കാക്കനാട് അവർ ഇങ്ങനെ എന്താ പറയുക, ഇന്നസെൻ്റ് മാവേലി ആയിട്ടുള്ള എല്ലാ തവണയും ഓണത്തിന് എത്തുന്നത്. അപ്പോൾ മാവേലിയുടെ കഥാപാത്രം അവർ മാറ്റിയിട്ട് മോഹൻലാലിനെ മാവേലിയാക്കാൻ വേണ്ടിയുള്ള കഥാപാത്രം, മറ്റേ ഇന്നസെൻ്റാണ്. അപ്പോൾ ഡൂപ്പ് ഇന്നസെൻറ്റും മോഹൻലാൽ മാവേലിയും വോയിസ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് അവിടെ നമ്മുടെ ഷാജു, നമ്മുടെ മോഹൻലാൽ ജൂനിയർ മോഹൻലാൽ എന്ന് പറയുന്ന ശബ്ദമുള്ള നമ്മുടെ ഷാജു ഉണ്ടല്ലോ സിനിമയിലൊക്കെ ഉള്ള. അപ്പോൾ അദ്ദേഹം അന്നുണ്ട് പരിപാടിക്ക് വരുമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം വന്നില്ല. അപ്പോൾ അന്ന് അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യാൻ അപ്പോൾ മോഹൻലാൽ വരുമെന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് അവസാനം മോഹൻലാൽ ചെയ്തു ഞാൻ ആ വേദിയിൽ. അപ്പോൾ
എല്ലാവരും എൻ്റെ പെർഫോമൻസ് നന്നായാലും ഭയങ്കര പരിപാടിക്ക് ടിക്കറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഇതിലെ അതിൻ്റെ പ്രൊഡ്യൂസർക്ക് കുഴപ്പമില്ലാണ്ട് ചീത്തൊന്നും കേൾക്കാണ്ട് രക്ഷപ്പെട്ട് അപ്പോൾ എന്നെ കൊണ്ടുപോകാൻ ഈ പുറത്ത് ടീം വന്ന ആൾക്കാർ അബ്ദുൽ ഖാദർ കാക്കനാട്, അരുൺ തൃക്കാക്കര, അവർ സൂപ്പർ ഹിറ്റ് സംഭവം ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ എന്നെ വന്ന് വിളിച്ചു. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് കാസറ്റിൽ വോയിസ് ചെയ്യുന്നത്. അങ്ങനെ കാസറ്റിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാസറ്റിൽ, പിന്നെ മണിയായിട്ട് മണിയുടെ കാസറ്റിലും നാദിർ ഷാ, ദിലീപ്, അബീക്ക, എന്താ പറയുക, എല്ലാവരെയും കാസറ്റിൽ തിരക്കായി. ഞങ്ങൾ സാജിക്കൊടി, ഹർഷിമേട്ടൻ, തോമസ് കൂടി, അങ്ങനെ തുടങ്ങുന്ന എല്ലാ കലാകാരന്മാരും, പ്രമോദ് മാള, ഞങ്ങളൊക്കെ അവരൊക്കെ ഇപ്പോൾ ഇവിടെ അടുത്ത് വരുന്നുണ്ട് എന്തായാലും. അപ്പം അങ്ങനെയാണ് മണിയായിട്ട് എന്ന് പറഞ്ഞാൽ മണിയുടെ ശബ്ദം കേട്ട് പഠിക്കാമായിരുന്നു. മണിയുടെ കൂടെ നടന്ന് സംസാരിക്കുന്നത് വേറെയാണ്, പിന്നെ സിനിമയിൽ വേറെ റേഞ്ചാണ്, പാടുമ്പോൾ വേറെയാണ്. അപ്പോൾ ആദ്യത്തിൻ്റെ ശബ്ദം ഞാൻ തന്നെ അറിയാണ്ട് എന്താ പറയുക എന്നിലേക്ക് കയറി. അപ്പം എന്നോട് 2-3 പേര് പറഞ്ഞു, എടാ നിനക്കും മണിക്കും ഒരേ ഒരു ടച്ച് ഉണ്ട്, നീ അത് നോക്കാൻ പറഞ്ഞ്. അങ്ങനെയാണ് മണിയുടെ ചിരി പഠിക്കാൻ നോക്കി. ചിരി പഠിക്കാനായിരുന്നു ആദ്യം ഒത്തിരി ബുദ്ധിമുട്ട്. അതിങ്ങനെ പഠിച്ചു. അപ്പോൾ പിന്നെ അടിപൊളിയായിട്ട് അങ്ങനെ ശബ്ദത്തിലേക്ക് കടന്ന് മണിയുടെ എല്ലാ കാസറ്റിലും, മണിയുടെ കാസറ്റിൽ നിൽക്കടാ മണി വടക്കോട്ട്, ആ കാസറ്റിൽ ലാലേട്ടനെ കുറിച്ച് പാട്ട് എഴുതിയത് ഞാനാണ്. പിന്നെ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ജയരാജ്, സെഞ്ചുറി, അതുപോലെ ടിനി ടോമും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ട് പിന്നെന്താ, അത് ഇതാണ്. മോഹൻലാല ഏ മോഹൻലാല, മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ, മലയാളികൾക്ക് ലാല് പ്രിയനാണ്, മഞ്ഞിൽ വിരിഞ്ഞ പൂവിൽ വന്ന ലാല, ആരും കാണാൻ കൊതിക്കുന്ന ഫിഗറ, ഇടതുതോള് തിരിച്ചു വിട്ട് വലതുകാല് വീശി വന്ന ഭരതത്തിൽ ഭരത് നേടിയ ഭരത് ലാല, മോഹൻലാല ഏ മോഹൻലാല, മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ. അപ്പം അങ്ങനെ അത് പാടി. പിന്നെ മണിയുടെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ലൈവ് ഇരിക്കുകയാണെങ്കിൽ പറയും, ഹലോ എടാ നീ എവിടെ ഉണ്ട്? അതാ എനിക്കറിയാം. എടാ നാളെ ഒരു ഉദ്ഘാടനമുണ്ട്, നമുക്കവിടെ പോയാലോ? നീ റെഡിയല്ലേ? ഞാനപ്പോൾ അവിടെ അങ്കമാലിക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് നടിച്ച് പൊളിക്കാം. നീ വാടാ, നമ്മുടെ കൂടെയല്ലോ എന്നെ. പിന്നെന്താ നമുക്ക് അടിച്ച് പൊളിക്കാടാ, അതൊക്കെ ഉണ്ട്, നീ പേടിക്കണ്ട, എല്ലാം സെറ്റപ്പാണ്. ഓക്കെ, അപ്പോൾ ബീറും വൈനും അടിക്കാടാ നമുക്ക് എന്നും പറഞ്ഞ് ബീറും വൈനും ഞാടി തുടങ്ങിയത് പുള്ളിടുന്ന. അപ്പാണ് അത് കഴിഞ്ഞ് അമേരിക്കൻ ചെന്നപ്പോഴാണ് എന്നോടൊരു ഡോക്ടർ പറഞ്ഞത് ഇതിങ്ങനെ കഴിക്കരുതെന്ന് പറഞ്ഞു കൂടെ. അയ്യോ ദൈവമേ, ഞാനപ്പം തന്നെ മണീനെ വിളിച്ച്, ഹലോ മണിച്ചേട്ടാ, എന്താ അല്ല അത് എവിടെ, ഞങ്ങൾ 2 അടിച്ചുകൊണ്ടിരിക്കണ്. നമ്മളെ അടിക്കുന്ന സാധനം തന്നെ, എന്തിട്ട് നമ്മുടെ ബീറും വൈനും അതല്ലടാ സുഖം. അയ്യോ അത് കഴിക്കല്ലേ. എങ്ങനെ? അത് കഴിക്കരുതെന്ന്. ഇപ്പം നീ എവിടെയെന്ന്? അമേരിക്കയിലല്ലേ? ഉവ്വ. നീ ഇത്രയും നാളെ എൻ്റെ കൂടെ നിന്ന് കുടിച്ചിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല. ഇപ്പം നിനക്ക് അവിടെ അമേരിക്കയിൽ പോയപ്പോൾ വലിയ വലിയ സംഭവങ്ങൾ കിട്ടിയപ്പോൾ നമ്മുടെ സാധനം എന്താ പറയുക, എനിക്കറിയാം, മനസ്സിലായി. വെച്ചിട്ട് പോകണ്ട, നീ ഉപദേശിക്കാൻ നിൽക്കില്ലേട്ടാ, ഇങ്ങോട്ട് വേണ്ട. ഓക്കെ, ഇത്രയും നാൾ കുടിച്ചല്ലോ, അത് മതി. ഇനി മോൻ അവിടെ കിടന്ന് വല്ല വോഡ്ക ശിവാസോ അതൊക്കെ അടിച്ചോ. ഓക്കെ, നമ്മൾ പാവങ്ങൾ എന്ന് പറഞ്ഞ്. ഇതാണ് പേഴ്സണൽ കോൺവെർസേഷൻ. അതെ 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 അതെ. പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ അതെ മണിച്ചേട്ടൻ്റെ സൗണ്ട്. അതെ, സിനിമയിലേക്ക് ഒന്ന് പിന്നെ നമുക്കറിയാം പാടുമ്പോ മുമ്പായി കുച്ചാണ്ടി പാണം കത്തണുമാ മഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ, വയറ് കത്തിയാല് എൻ്റെ കുടല് കത്തണുമാ, പണം വെടിഞ്ഞിട്ട് ദൈവേ ഓണം പഴക്കണുമാ, അത്തം പിറന്നാലോ ഓണം വരുമെന്ന് മണിനാളായിട്ടച്ഛൻ കൊഞ്ചി പറയാറുണ്ട്. പ്രിയമുള്ള കലാശ്രീകളെ, എൻ്റെ കാസറ്റ് എല്ലാവരും കേൾക്കണമെന്നറിയാം. നമ്മുടെ പാട്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു 1.5 പാട്ടാണ് കേട്ടോ. ആ റേഞ്ചിലേക്ക് പോകും. അങ്ങനെ പുള്ളി എന്താണ് മലയാള സിനിമയുടെയും അല്ലെങ്കിൽ മലയാളത്തിലുള്ള എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടൻ തന്നെയാണ്. അതെ അതെ. ഒരു എന്താണ് സാധാരണ നിലയിൽ നിന്ന് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയ ഒരു കലാകാരൻ. അതെ അതെ അതെ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ സൗണ്ട് ആ രീതിയിൽ തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. പിന്നെ അടുത്ത് നമ്മൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്കാണ് ഇപ്പോഴത്തെ ഈ അവാർഡിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഈ മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ എന്താണ് മനസ്സിൽ തോന്നിയത്? എൻ്റെ പിന്നെ മമ്മൂക്കയ്ക്ക് ആദ്യമായിട്ടല്ലല്ലോ അവാർഡ് കിട്ടുന്നത്.
അത് ലാലേട്ടനായാലും. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവാർഡുകൾ ചോദിച്ചു വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ പറയുക, കണ്ണടച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ജനങ്ങളുടെ എല്ലാ അവാർഡുകളും കൊടുക്കുന്നത് മമ്മൂക്കക്കും അതുപോലെ ലാലേട്ടനും അല്ലേ. അപ്പോൾ അത് എന്താ പറയുക, വളരെ സന്തോഷം. അവരുടെയൊക്കെ കൂടെ എന്താ പറയുക, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ ചില സ്ഥലങ്ങളിൽ പറ്റിയത് തന്നെ ഈ പറഞ്ഞിട്ടും ലാലേട്ടൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റിയത്. മമ്മൂക്കയുടെ പടത്തിൽ അഭിനയിച്ചിട്ടില്ല, എന്നാലും ഞാൻ ഒരുമിച്ച് കൂടിയുണ്ട് അമേരിക്കയിൽ വെച്ച്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ റെസ്റ്റോറൻറ്റിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത് ന്യൂയോർക്കിൽ. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അന്ന് വന്നപ്പോൾ ഞാനായിരുന്നു ഗാനമേള. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വരെ കഴിച്ചു. സന്തോഷം. നല്ല തിരക്കുകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ തിരക്കിനിടയിലും അവർ TV 24/7 വന്ന് ഇത്രയും നേരം സഹകരിച്ചതിൽ ഒരുപാട് നന്ദി. വീണ്ടും ഓരോ വരവിലും നമുക്ക് കാണണം. അപ്പൊ പുതിയ പുതിയ സിനിമകൾ വരട്ടെ, നല്ല സിനിമകൾ താങ്കളിലൂടെ ജനിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും. ലാലുസ് പുള്ളി ഒരുപാട് എന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു, ഞങ്ങൾ അങ്ങനെ പറയാം മിമിക്രിയിൽ, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന, വളരെ പേഴ്സണൽ ആയിട്ട് വരിക. അണ്ട് വേണമെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കെമിസ്ട്രി ബുക്ക് കാണാൻ തന്നാനെന്ന് ആദ്യമായിട്ട് കേൾക്കാം. നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും നിങ്ങൾ അങ്ങ് പോയടാ മക്കളെ. പിന്നെ ഇത് നമ്മളിങ്ങനെ നമ്മുടെ എന്താണ് മലയാള സിനിമയിലേക്കും അല്ലെങ്കിൽ കാസറ്റുകൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ എങ്ങനെയാണ് അമേരിക്കയിലേക്ക് ഒരു ട്വിസ്റ്റ് സംഭവിച്ചത്? അമേരിക്കയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് തിരക്ക് പിടിച്ചിരിക്കുന്ന സമയത്താണ് എന്നെ കൊച്ചി കോറസിൽ പരിപാടി കൊടുക്കുന്നത്. അപ്പോൾ ഞാനപ്പോൾ കൊച്ചി സാക്സിൽ അവർ എനിക്കൊരു 50,000 രൂപ ആദ്യമായിട്ട് അഡ്വാൻസ് കൊടുക്കുന്ന ഒരു മിമിക്രിക്കാരൻ കിട്ടുന്ന ഒരു മിമിക്രിക്കാരൻ ഞാനായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇവരുടെ കൂടെ പരിപാടിക്ക് പോകണം, മാർഷക്ക് പോകണം. അപ്പം ഞാൻ പറഞ്ഞു എല്ലാവർക്കും പരിപാടി ഒരുമിച്ച് വരാണെങ്കിൽ എന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വിടണം എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞാൽ എനിക്ക് വരാൻ പറ്റും അഡ്വാൻസ് കൊടുത്തെന്ന് പറഞ്ഞു. എടാ എൻ്റെ കൂടെ വന്നാൽ അമേരിക്കക്ക് പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞാണോ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞാൻ നിൽക്കാം എന്ന് പറഞ്ഞ് പാസ്പോർട്ട് ചോദിച്ച് പാസ്പോർട്ട് ഒരു കണക്കിന് എടുത്ത് അപ്പൊ പാസ്പോർട്ടിന്റെ കോപ്പിയും ഫോട്ടോ ഒരുമിച്ചൊക്കെ കൊടുത്തു. അപ്പൊ എന്തായാലും പിന്നെ ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല, എനിക്ക് അമേരിക്ക പോകാലോ എന്നുള്ള സ്വപ്നം കാണാൻ. പിന്നെ അങ്ങനെ കോറസിൽ 1 man ഷോ ചെയ്യാണ്. അപ്പോഴാണ് ഈ താരങ്ങളെയും എല്ലാം മണിയുടെയും എല്ലാം അങ്ങനെ വാസന്തി ലക്ഷ്മിയും അവിടെ കണ്ടിട്ടാണ് സ്പോൺസർ കണ്ടിട്ട് അങ്ങനെ ഈ അദ്ദേഹത്തിനെ വിളിക്കാണ് ഈ സ്പോൺസർ. അപ്പൊ പറഞ്ഞു നമുക്ക് പുള്ളിനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു ഉണ്ടപ്പക്കുറം ഞാനും. അപ്പയാണ് ഇത് എംബസിയിൽ ഇന്റർവ്യൂവിന് പോയിട്ട് എന്റെ ദൈവമേ ഒരു രക്ഷയില്ല. എന്നോട് പല ആൾക്കാർ പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഓക്കെ, അവർ ഇംഗ്ലീഷിൽ സായിപ്പൊക്കെ ചോദിക്കും, നിനക്ക് വല്ലതും പറയാൻ അറിയാമോ? ഞാൻ പറഞ്ഞില്ല. എന്നാലും ഇവരുണ്ടല്ലോ പോയക്കളവരുള്ളൂ, അപ്പൊ നമ്മൾക്ക് ധൈര്യപ്പെട്ട് ഇവരോട് പോവാം എന്ന് കരുതി പോയി. ഞങ്ങള് ഉണ്ടപ്പക്കുറു എന്റെ അടുത്ത് മനോജ് കൊണ്ടുവരുന്നത്. അപ്പൊ എന്റെ അടുത്ത് നിന്ന് അപ്പൊ ഇങ്ങനെ വെളുപ്പിന് തന്നെ അവിടെ ആ ഇന്റർവ്യൂവിന് ചെന്നിരിക്കുന്നത് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത്. ഇതിന്റെ അടുത്ത് കയറി നിന്ന് ഞങ്ങള് ചെന്ന് ഗേറ്റിന്റെ അടുത്ത് എത്തിയപ്പോ എല്ലാവരും നമ്മുടെ വെൽറ്റും എല്ലാവരും വാലറ്റും ഒക്കെ എടുത്ത് കഴിച്ചു വെക്കണം. എന്ത് സംഭവം മെറ്റല് ചെയിനോ എന്തുണ്ടെങ്കിലും ഒക്കെ എടുത്ത് വെക്കണം. എന്നിട്ട് സെക്യൂരിറ്റി ആണ് ഗേറ്റ് വിടുള്ളൂ. അപ്പൊ 2 മിഷങ്ങളൊക്കെ വെച്ച് 2 പേര് കാണും. അപ്പൊ അങ്ങനെ തന്നെ നേരെ കയറി എല്ലാവരും അടിച്ചു വെച്ചു. പിന്നെ കാണാൻ പറഞ്ഞ് അടിച്ചോണ്ടിരിക്കുന്നു. ചേടാ എന്തിട്ടത്, അയ്യോ ഏതാ പോക്കലെടുക്കാ. അപ്പൊ ഞാൻ തപ്പിയൊക്കെ എന്തോ പോക്കലെടുക്കാനല്ലേ, ഞാൻ എടുത്തു നോക്കിയപ്പോ ഇങ്ങനെ വളഞ്ഞൊരു സാധനം. അപ്പൊ ഇത് ഞാൻ എന്റെ അല്ല, അപ്പണത് ഉണ്ടപ്പക്രൂന്റെ എന്ന് പറയണത്. അവനകത്ത് കടന്ന് അതെന്റെടാന്ന് പറഞ്ഞാലിത്. ആഹാ, അപ്പൊ അയ്യോ ഓപ്പൺ പണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ റെഡ് ടോപ്പ് ഉണ്ട്, ഇത് മറ്റൊരാളല്ല. ഈ സാധനം ഇങ്ങനെ ഒരാളെന്റെ കൈ അങ്ങ് പ്രസ്സായി പോയി. ഇതിന്ന് ഈ ഫോഗ് അങ്ങോട്ട് വന്നിട്ടുണ്ടല്ല, എന്റെ പൊന്നെ 2 തോക്കിനെ അടിച്ച് എന്റെ താഴ്ത്തിട്ട് എന്റെ പൊന്നു കുരിശേ. ഞാൻ അങ്ങനെ കിടക്കണം, തോക്ക് ഇങ്ങനെ നിൽക്കുന്ന കാണും.
അപ്പോഴത്തേക്കും അവരെ കൂടി കടന്നു പോയ ആൾക്കാരെ കൂടി കൂടി വന്ന് ഡോക്ടർ വന്നിട്ട് ഈ സാറ് തപ്പ് എന്നോട് എന്താ ആസ്മക്ക് വലിക്കണ അതെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കറിയണ ഈ പുല്ല് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് പറഞ്ഞില്ല, ഇവൻ എൻ്റെ അടുത്ത് നിന്ന് പോക്കറ്റിലിട്ട് ഇവനറിഞ്ഞു. ഇവനെ നോക്കിയപ്പോ എന്റെ അത്രേ ഉള്ളൂ, ഞാൻ എനിക്ക് അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ പോക്കറ്റിൽ ഒരു സാധനം ഇട്ടിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി. അപ്പൊ ഞാൻ പഠിച്ചോണ്ടിരിക്കായിരുന്നു. ഫ്ലോറിഡ എന്ന സ്ഥലം പറഞ്ഞു, ന്യൂയോർക്ക്, വാഷിംഗ്ടൺ DC ഇതൊക്കെ പറഞ്ഞ് എഴുതി വെച്ചത് വായിക്കാണ്. നമ്മൾ പറയാറില്ല ഈ വാക്കുകളൊന്നും സ്റ്റേറ്റിന്റെ. നേരെ അവിടെ ചെന്നിരുന്നപ്പോ ഞാൻ പറഞ്ഞു യൂറിൻ പാസ് ചെയ്തിട്ടെ അന്നിങ്ങ പോരുത്. ആകെ സ്വപ്നം കണ്ട് അമേരിക്കയിൽ പോകാൻ വന്നത്. എന്റെ ചെമ്മീങ്ങട്ട് പൊട്ടിയിട്ട് എന്റെ കൂടെ രാജു മൈക്കറാണ് പറഞ്ഞത്, നീ ആയിട്ട് തകർത്താ നീ തന്നെ ഒരു കാശ് എന്ന് പറഞ്ഞു. നീ മുള്ളണി എന്റെ കയ്യിൽ വിളിക്കോ, നീ എങ്ങും പോകണ്ട, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പാസ്പോർട്ട് ഇങ്ങനെ അടക്കി പിടിച്ചോണ്ടിരിക്കണം. അപ്പൊ ഞാൻ മേടിച്ചിട്ട് നോക്കിയപ്പോ ഷേടാ എന്റെ ഒക്കെ മുകളിലിരിക്കണ്. ഞാൻ വേഗം എടുത്തിട്ട് ഉള്ളിലേക്ക് വെച്ച്. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ പോയ ആൾക്കാരൊക്കെ എടുത്ത് മുകളിൽ 2 പേരെ മുകളിൽ വെച്ച്, അടിയിലും 2 തന്നെ 5 പേര് പോയവരുണ്ട്, മുൻപ് 5-6 പ്രാവശ്യം പോയവരുണ്ട്. അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ, നിൽക്കാണ്. ഇവരറിഞ്ഞിട്ടില്ലത്, കാരണം നമ്മളെ ആദ്യം വിളിക്കരുതല്ലോ. അപ്പൊ അങ്ങനെ വിളിച്ചപ്പോ ഇങ്ങനെ ഓരോരുത്തർ വിളിച്ചു സായിപ്പ് ഇങ്ങനെ എടുത്ത് മറച്ചു.